2018 കേരളം വിറങ്ങലിച്ചു നിന്ന സമയത്ത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാര്യമായി ഒരു സഹായം വരാത്ത സമയത്ത്, വിദേശത്തു നിന്നുള്ള ഭരണാധികാരികൾ പോലും ഗൾഫിൽ നിന്ന് നമുക്ക് പണം തരാൻ സഹായം തരാമെന്ന് പറഞ്ഞ സമയത്ത് അത് തടഞ്ഞ കേന്ദ്ര സർക്കാർ. ആ സമയത്ത് വി ഡി സതീശൻ്റെ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയും അവിടെ പോയി പണം പിരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ വി ഡി സതീശനെ കേസെടുക്കാനാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ തോക്കും. BJP ആണ് കേസെടുക്കുന്നതെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പേരിൽ തന്നെ അവർക്കൊരു ഒരു കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ പോവും. വി ഡി സതീശൻ ചെയ്ത എത്തിക്കലി ശരിയായ ഒരു കാര്യമുണ്ടല്ലോ, നിയമം അവിടെ നിൽക്കട്ടെ. പണം ചോദിച്ചല്ലേ ഉള്ളൂ, അത് വീട്ടിൽ കൊണ്ടുപോകാനല്ലല്ലോ, തയ്യൽ മെഷീന് വേണ്ടിയിട്ടല്ലേ, അതിരിക്കട്ടെ, അത് വരട്ടെ. അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി ആ പണം വന്ന് മര്യാദയ്ക്ക് എത്തിയിട്ടുണ്ടോ? ഈ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? ഈ അക്കൗണ്ടിലേക്ക് സാധാരണ വിദേശ നാണയ വിനിമയ ചട്ടം അനുസരിച്ച് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് കുറച്ച് പണം വന്നാൽ ഈ പണം ഏത് സോഴ്സിലാണ് വന്നത്, എന്തിനാണ് വന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആ ബാങ്കിനെ അറിയിക്കണം. ഏത് ബാങ്ക് വഴിയാണോ വരുന്നത്? ഈ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പണം വരുമ്പോൾ പണം ഇങ്ങനെ കിട്ടും. പക്ഷേ തിരിച്ച് അവിടെ നിങ്ങളുടെ പേരിലൊരു ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യണം. നോക്ക് ഓഫ് എന്നാണ് പറയുക. അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ ബാങ്കിൽ പോയി എന്താണ് കാരണം എൻ്റെ രേഖ കടലാസ് എല്ലാം കാണിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ തിരുത്താൻ. അപ്പോൾ അത് തീരും. അങ്ങനെ ഘട്ടഘട്ടമായി ഓരോ സമയത്തും ഇപ്പോൾ വിദേശത്ത് ഇപ്പോൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന കമ്പനികളെല്ലാം പണം വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് കാണിക്കുമ്പോൾ ആ വിഷയം തീരും. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഡിഫോൾട്ട് വരുത്തിയാൽ അടുത്ത തവണ നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ ആ പണം അവിടെ ബ്ലോക്കായി പോകും. ഇതാണ് നടക്കേണ്ടത്. ഇത് ചെയ്തോ? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കണം. CBI അല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏത് സംവിധാനത്തെ കൊണ്ടും അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്.